സ്വാഗതം. ഞാൻ Mr പാഠം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് November 20th ന്യൂസ് ആണ്, ഹിന്ദു അനാലിസിസ് ആണ്. അത് IAS അതുപോലെ തന്നെ KS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ ഒന്ന് യൂണിഫോം സിവിൽ കോഡ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, GST, ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ ന്യൂസിലൊക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ക്ലാസിന്റെ PDF നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് PCM പ്രിലിംസ് കം മെയിൻസ് UPSC പഠനമോ അതുപോലെ തന്നെ KS പഠനം നടത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്ന സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്ന യൂണിഫോം സിവിൽ കോഡാണ്, UCC എന്ന് പറയും. അത് ആർട്ടിക്കിൾ 44 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ആർട്ടിക്കിൾ 44ലാണ് പറയുന്നത്. ഓൾറെഡി എന്ത് പറയുന്നുണ്ട്, ഒരു യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി ഇന്ത്യ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതുവരെ അത് വന്നിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഓൾറെഡി ഹിന്ദു പേഴ്സണൽ ലോസ് ഓൾറെഡി ഏകദേശം 1956 സമയത്തൊക്കെ കോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മളുടെ പല സുപ്രീം കോടതി ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഷാബാനോ കേസിന് ശേഷം അതെന്താന്നുള്ള കുറച്ച് ഞാൻ പറയാം. അപ്പൊ അത് എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ള ഒരു യൂണിഫോം സിവിൽ കോഡിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗോവ എന്നുള്ളത് ഒരു ഷൈനിങ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഗോവയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിഫോം സിവിൽ കോഡാണ് ചെയ്യുന്നത്. എല്ലാ റിലീജിയസിനും എല്ലാ ഒറ്റ രീതിയിൽ. ഗോവന്റെ സിവിൽ കോഡ് എന്ന് പറയുന്നത് പോർച്ചുഗീസ് സിവിൽ കോഡ് എന്ന് പറയും, 1867 ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോളിഗമി നടത്താൻ പറ്റൂല. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഷെയർ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. എല്ലാവർക്കും ഒരേപോലുള്ള കോഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ സിക്സ് ടു റീപ്ലേസ് ദ പേഴ്സണൽ ലോസ്. നമ്മളിപ്പോ ഓരോ റിലീജിയന്റെയും പേഴ്സണൽ ലോ ഡിഫറെന്റ് ആയിരിക്കും. ഹിന്ദു, അതുപോലെ തന്നെ മുസ്ലിംസ്, മറ്റ് ക്രിസ്ത്യൻ, ഓരോന്നിന്റെ പേഴ്സണൽ ലോ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ എല്ലാ പേഴ്സണൽ ലോസും നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടെന്നാണ്, ബേസ്ഡ് ഓൺ ദ സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് കസ്റ്റംസ് ഈച്ച് മേജർ റിലീജിയൻസിന് കമ്മ്യൂണിറ്റി ഒക്കെ മാറ്റിക്കൊണ്ട് വിത്ത് എ കോമൺ സെറ്റ് ഓഫ് ദി റൂൾസ് ഉണ്ടാക്കുക. എവരി സിറ്റിസൺസിന് ഒറ്റ റൂൾ, മാരേജിന്റെ കാര്യത്തിലായാലും പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്ന കാര്യത്തിലായാലും ഒറ്റ റൂൾ ഉണ്ടാക്കുക. അതാണ് യൂണിഫോം സിവിൽ കോഡ്. സിവിൽ കാര്യങ്ങൾ സിവിൽ കോഡ് ഒരുപോലെ ആക്കുക. ക്രിമിനൽ കോഡ് ഇപ്പൊ എല്ലായിടത്തും ഒരുപോലെയാണ്, പക്ഷെ സിവിൽ കോഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, മാരേജ് ഓരോന്നും ഡിഫറെന്റ് ആണ്. അത് ഒരുമിച്ച് ആക്കാൻ വേണ്ടിയുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44ലാണ് പറയുന്നത്. DPSന്റെ ഭാഗമായിട്ടാണ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇപ്പത്തെ ഇന്ത്യന്റെ പേഴ്സണൽ ലോ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. 3 ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ്, യൂണിയൻ, സ്റ്റേറ്റ്. രണ്ടുപേർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റിലാണ്, കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് അറിഞ്ഞിരിക്കാം. അപ്പൊ തന്നെ ഹിന്ദു പേഴ്സണൽ ലോ നമ്മൾ ഓൾറെഡി കോഡിഫൈ ചെയ്തിട്ടുണ്ട്. 1956 പാർലമെന്റ് കോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള അത് പ്രധാനമായിട്ട് കുറച്ച് ആക്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദു മാരേജ് ആക്ട്, സക്സഷൻ ആക്ട്, മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ഒക്കെ അത്തരം ആക്ടുകളാണ്. ആ സമയത്ത് മറ്റുള്ള മുസ്ലിംസ് ലോസ് ആണ് നടക്കുന്നത്, ശരീഅത്ത് ലോ ആണ് 1937. അത് അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ശരീഅത്ത് ലോന്റെ ബേസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും ജൂസിനും ഒക്കെ അവരുടേതായ ഡിഫറെന്റ് പേഴ്സണൽ ലോസ് ഉണ്ട് എന്നറിഞ്ഞിരിക്കാം. ഒരു യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനെ പല സമയത്ത് നമ്മൾ ന്യൂസിൽ റീസെന്റ് വന്നായിരുന്നു, ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. ഹൈക്കോടതിന്റെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ ന്യൂസിൽ. ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ എന്താണ് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം? അപ്പൊ ഡിഫറെന്റ് പേഴ്സണൽ ലോസ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണലിസം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് അവ തമ്മിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാനൊക്കെ പല രീതിയിലും കാരണമാവും. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. ഒന്ന്, ഡിഫറെന്റ് പീപ്പിൾ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വുമൺ റൈറ്റ് കൊടുക്കുന്നതാണ്, ജസ്റ്റിസ്, ഈക്വാലിറ്റി കൊടുക്കുന്നില്ല പലപ്പോഴും പല കോഡിലും. അപ്പൊ അതെല്ലാം നമുക്ക് പരിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള കമ്മ്യൂണലിസം ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒന്നാമത്തേന്. രണ്ടാമത്തെ സുപ്രീം കോടതി ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് പറയുന്നത് 1985 UCC ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഷാബാനു കേസിലായിരുന്നു. ഷാബാനു ബീഗം, പോപ്പുലർലി ഷാബാനു കേസ് എന്ന് പറയും. ഷാബാനു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1985 എന്ത് ചെയ്യുന്നുണ്ട്, മെയിന്റനൻസ്, ഷാബാനു ക്ലെയിം ചെയ്തത് മെയിന്റനൻസ് വേണമെന്നുള്ളതാണ് ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന്, അണ്ടർ സെക്ഷൻ 125 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം. ഓക്കെ, ട്രിപ്പിൾ തലാഖ് പ്രകാരം ഡിവേഴ്സ് ചെയ്ത സമയത്ത് ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ഓക്കെ, അതേ സമയത്ത് അങ്ങനെയായിരുന്നു കേസ് വന്നത്. പക്ഷേ ഗവൺമെന്റ് ഓവർടേൺ ചെയ്തത് മുസ്ലിം വിമൺ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ഡിവേഴ്സ് 1986 ആക്ട് പ്രകാരം അത് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഓവർടേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് സയാറ ബാനു കേസിൽ 2017 എന്ത് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ സുപ്രീം കോടതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാൻ പറ്റും. പക്ഷേ UCC ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ച് തന്നെയാണ്. കാരണം ഓൾറെഡി ഫ്രീഡം ഓഫ് റിലീജിയൻ കൊടുക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി കൊടുക്കുന്നത് ആർട്ടിക്കിൾ 25 ഉണ്ട്.
ആർട്ടിക്കിൾ 26B വരുന്നുണ്ട്, 29 വരുന്നുണ്ട്, ഒക്കെ എന്താ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇത്തരത്തിൽ ഇതിലൊക്കെ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് റിലീജിയസ് റൈറ്റ് കൊടുക്കുമ്പോൾ അപ്പൊ ഒരു റിലീജിയന്റേതായിരിക്കും പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. അതേ സമയത്ത് UCC ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതുമായിട്ട് കോൺഫ്ലിക്റ്റ് വരും എന്നുള്ളതാണ്. ഓക്കെ, ഈക്വാലിറ്റി 15, 16 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ റിലീജിയസ് റൈറ്റും അതേ സമയത്ത് റിലീജിയസ് റൈറ്റിൽ റിലീജിയൻ പറയുന്ന പോലെ പേഴ്സണൽ ലോ ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. ആ സമയത്ത് ആർട്ടിക്കിൾ 14, 15 എന്തുണ്ട്, എല്ലാവർക്കും ഈക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും ഒക്കെ എതിരായിട്ടുള്ള റൈറ്റ് ആണ്. അപ്പൊ അത് രണ്ടും കൂടി കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ, ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 25 ഒക്കെ നമുക്ക് പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റിന്റെ ബേസിലൊക്കെ അത് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. ഒക്കെ അറിഞ്ഞിരിക്കാം. പക്ഷേ 2018 ലോ കമ്മീഷൻ പറഞ്ഞ റിപ്പോർട്ട് എന്താണ്, യൂണിഫോം സിവിൽ കോഡ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പം നെയ്തർ നെസസറി നോർ ഡിസൈറബിൾ അറ്റ് ദിസ് സ്റ്റേജ്. അപ്പം ഇപ്പൊ അത്ര അതൊരു നെസസറിയും അല്ല, അതുപോലെ തന്നെ എന്തല്ല, ഈ ഒരു കൂടുതലായിട്ട് ജനങ്ങൾ എഡ്യൂക്കേഷൻ കിട്ടി വരാത്തൊരു സിറ്റുവേഷനിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നല്ലതും അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ലോ കമ്മീഷൻ റിപ്പോർട്ടും കൂടി എഴുതുമ്പോൾ നമ്മുടെ സ്വന്തം ആൻസർ എന്നുള്ളതിൽ അപ്പുറം നല്ലൊരു ആൻസറിന് ഒരു അതോറിറ്റി കിട്ടുന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. അത് ഒന്നാമത്തെ കോൺഷ്യൽ ചലഞ്ച് ആയിട്ട് പറയാം. അതുപോലെ തന്നെ അടുത്താണ് സോഷ്യോ പൊളിറ്റിക്കൽ ചലഞ്ച് ആയിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു മെജോറിറ്റിന്റെ ബേസിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ മൈനോറിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിയർ ഉണ്ടാവും. അവരുടെ കൾച്ചറും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ മുകളിൽ മെജോറിറ്റിന്റെ ഇമ്പോസ് ചെയ്യാന്നുള്ള ഒരു പേടി അവർക്ക് സ്വാഭാവികമായിട്ടും വരും. പിന്നെ കൾച്ചർ ഡൈവേഴ്സിറ്റി അതിനെന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഹ്യൂജ് ചലഞ്ച് ആയിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. പിന്നെ പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ആണ് ഇന്ത്യൻ സൊസൈറ്റി, പെട്ടെന്ന് മാറ്റുക എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ സൊസൈറ്റി പെട്ടെന്ന് അംഗീകരിക്കണം എന്നില്ല. ആ സമയത്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ മെറിറ്റ് എന്തൊക്കെയാണ്, ഒന്ന് നാഷണൽ ഇന്റഗ്രേഷൻ അതിന് സാധ്യമാവുന്നതാണ്, എല്ലാവർക്കും ഒറ്റ കോഡായിട്ട് മാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. പിന്നെ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദി ലോ, കാര്യങ്ങൾ ധാരാളം പേഴ്സണൽ ലോസ് പകരം ഒറ്റ ലോയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ സിംപ്ലിഫൈ ആവുന്നതാണ്, കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ പറ്റും. പിന്നെ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സെക്യുലർ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും സെക്യുലർ ആയിട്ടുള്ള ഒറ്റ കോഡ് വരുന്ന സമയത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് 44ന്റെ മാൻഡേറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ജെൻഡർ ജസ്റ്റിസ്, വുമൺ കൂടുതൽ എന്താണ് പല ലോസിലും പാട്രിയാർക്കൽ സൊസൈറ്റിയിലൊക്കെ എന്താണ് പലപ്പോഴും വുമന്റെ സ്ഥാനം എന്ന് പറയുന്നത് വീക്കാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇതിന്റെ ഒരു ഇതായിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് ബാക്ക് ഫോർവേഡും ഒരു എന്താണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വേണം, പക്ഷെ ഒറ്റയടിക്കല്ല, ഗ്രാജുവലി ഒറ്റ ദിവസം കൊണ്ട് നടക്കേണ്ടതല്ല, മറിച്ച് ഗ്രാജുവലി ഒരു പീസ്ഫുൾ അപ്രോച്ചിൽ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാരേജ് ഒരു സമയത്ത്, അഡോപ്ഷൻ, സക്സഷൻ, അങ്ങനെ ഓരോന്നോരോ സ്റ്റേജ് വൈസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് UCC എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് നോക്കി വെക്കുക. പല സമയത്ത് ന്യൂസിൽ വരുന്നതുകൊണ്ട് മെയിൻസിലും പ്രിലിംസിലൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. KS താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പം ഒരു ഓഫറിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മറ്റേ ന്യൂസ് ആമസോൺ ഫോറസ്റ്റ് ഓക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിഫോറസ്റ്റേഷൻ നടക്കുന്ന ന്യൂസ് ഉണ്ടായിരുന്നു. GS 3 1 ഇമ്പോർട്ടന്റ് ആണ്. ആമസോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റീസെന്റ് സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ ആമസോൺ ഫോറസ്റ്റ് സ്റ്റാർട്ടഡ് എമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതുവരെ ഫോറസ്റ്റ് കൂടുതലാകുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാണ് ചെയ്യുക, പക്ഷെ ഇത് ഇപ്പൊ എമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിഫോറസ്റ്റേഷൻ ആണ് മെയിൻ കാരണം, ഫോറസ്റ്റ് ഫയർ അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഫൈൻഡിങ്ങിലേക്ക് പോവാണെങ്കിൽ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ദി ഡിഫോറസ്റ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഓൾ 40 years ഈസ്റ്റേൺ സദേൺ ബ്രസീൽ ആ റീജിയനിലൊക്കെ ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ടേം ഡിക്രീസ് ഇൻ ദ റെയിൻഫോളും ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂറിങ് ഡ്രൈ സീസൺ ഒരു കാരണമായിട്ടുണ്ട്. ഇറ്റ് മൈറ്റ് അഫക്റ്റഡ്. അതുപോലെ തന്നെ സം ഓഫ് ദി ഫോറസ്റ്റിന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും എന്ത് ചെയ്തിട്ടുണ്ട്, കാർബൺ സോഴ്സ് ടേൺഡ് ഇൻ ടു ദ അഥവാ കാർബൺ സോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മെയിനായിട്ട് പ്ലാന്റേഷനെ ഫോർമേഷനെ കൊണ്ടും ഫയറിനെ കൊണ്ടൊക്കെയാണ്. പിന്നെ ഫോറസ്റ്റ് ഫയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡബിൾ ചെയ്തിട്ടുണ്ട്. 2013 മുതൽ പറയാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദി ഫയേഴ്സും എമിഷൻസും ഉണ്ടാകുന്ന ഈ ഫയർ മൂലമാണ്. ഓക്കെ, പക്ഷേ പാർട്ട് ഓഫ് ദി ആമസോൺ ഫോറസ്റ്റ് എന്നാണ് എമിറ്റ് കാർബൺ ഈവൻ വിത്തൗട്ട് ഫയേഴ്സ് എന്ത് ചെയ്യുന്ന സാധനങ്ങൾ കാർബൺ എമിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ്. അപ്പൊ ഇങ്ങനെ റീഫോറസ്റ്റേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഒന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പോളിസീസ് ആണ്. പലപ്പോഴും അവരുടെ പോളിസീസ് എന്ന് പറയുന്നത് കൂടുതൽ ഡിഫോറസ്റ്റേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൾട്ടിവേഷൻ ആവട്ടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ 1970s മുതൽ അവിടെ എടുത്ത പോളിസി പറയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമ്മൾ ആമസോൺ ഫോറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക നല്ലതാണ്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ഡ്രെയിനേജ് ബേസിൻ ഓഫ് ആമസോൺ റിവറിന്റെ അവിടെയാണ് ഇത് വരുന്നത് അറിഞ്ഞിരിക്കുക. നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയിലാണ് വരുന്നത്. ഓക്കെ, ഇതൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് ഉള്ളത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് കനോപ്പി ആയിരിക്കും ഉണ്ടാവുക. 28 ഡിഗ്രി ഓഫ് ദി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്ററിന്റെ ആ റീജിയനിലാണ് ഇത് വരാറ്. വെരി വെറ്റ് പ്ലേസിലാണ് ഉണ്ടാവുക. മോർ ദാൻ 200 cm റെയിൻഫാൾ കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 28 ഡിഗ്രി ആൻഡ് 35 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കും ഉണ്ടാവുക. ഇത് കൂടാതെ
ഈ റെയിൻ ഫോറസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഏഷ്യയിലുണ്ട്, ഓസ്ട്രേലിയ, ആഫ്രിക്കയിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, മെക്സിക്കോ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 80% ഓഫ് ദി ആമസോൺ ബേസിൻ കവർ ചെയ്യുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഹോം ടു നിയർലി a fifth of the world's land species അവിടെ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഏകദേശം 30 million people അവിടെ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൺഡ്രഡ്സ് ഓഫ് ഇൻഡിജിനിയസ് ഗ്രൂപ്പ്സ് ഒക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ 20% ഓഫ് ദി വേൾഡ് ഫ്ലോ ഓഫ് ഫ്രഷ് വാട്ടർ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്രസീലിൽ തന്നെയാണ്. അത് കൂടാതെ മറ്റുള്ള രാജ്യങ്ങളുണ്ട്. ഇത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഗുയാന ഹൈലാൻഡ് നോർത്തിലുണ്ട്, ആൻഡീസിന്റെ വെസ്റ്റില്, ബ്രസീലിയൻ സെൻട്രൽ പ്ലാറ്റ്യൂ ഉണ്ട്, സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ, അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട് ഈസ്റ്റിൽ. ഓക്കെ, ജസ്റ്റ് അതിന്റെ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ മാപ്പ് ഒന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ രാജ്യങ്ങളിൽ കവർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രാജ്യങ്ങൾ ആമസോൺ ബേസിൻ ഇല്ല എന്നുള്ളത്. ഇവിടെയാണ് ഇതുള്ളത്. അതിൽ ഇതാണ് ആമസോൺ ബേസിൻ എന്ന് പറയുന്നത്. ഇന്ത്യനേക്കാളും കൂടുതലാണ് നോക്കി കഴിഞ്ഞാൽ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളുടെ ജസ്റ്റ് നോക്കി വെക്കുക. ബ്രസീൽ ഉണ്ട്, പെറു, ബൊളീവിയ, ഇക്വഡോറിന്റെ ഭാഗം, കൊളംബിയ, വെനുസേല, ഗുയാന, ഫ്രഞ്ച് ഗുയാന, ആ റീജിയനൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഏതൊക്കെ രാജ്യങ്ങൾ ഇല്ല എന്നുള്ളത് നോക്കി വെക്കട്ടോ. ഒരു വേ ഫോർവേഡും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു. ഓക്കെ, മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് നമ്മുടെ GST ആണ്. GST ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ബന്ധപ്പെട്ട ന്യൂസ്. GST എന്താണെന്ന് നോക്കാം. GST എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡഡ് ടാക്സ് ആണ്. മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ലെവി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സപ്ലൈ സൈഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് സൈഡിൽ അല്ലെങ്കിൽ സർവീസ് മുമ്പുണ്ടായിരുന്ന മാനുഫാക്ചർ ഓഫ് ഗുഡ്സിന്റെ സ്ഥലത്തിന് പകരം സപ്ലൈ എവിടെയാണ് അവിടെയാണ് അത് എന്ത് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നത്. പിന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, കൺസ്യൂമറിന്റെ സമയത്താണ് അത് ചെയ്യുന്നത്. പിന്നെ ഡുവൽ GST വരുന്ന ഒരേ സമയത്ത് തന്നെ സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ടാണ് റേറ്റ് തീരുമാനിക്കുക. സെൻട്രലും സ്റ്റേറ്റും കൂടിയാണ് എന്ത് ചെയ്യുക, എത്ര റേറ്റ് വേണം തീരുമാനിക്കുക. പിന്നെ മൾട്ടിപ്പിൾ റേറ്റ്സ് ഉണ്ട്. അതിൽ 5% 12, 16, 28% ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലെജിസ്ലേറ്റീവ് ബേസ് ഓഫ് GST എന്ന് പറയുന്നത് 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2016 സമയത്താണ് ഇതിന് അപ്രൂവൽ കിട്ടുന്നത്. ഏത് ആക്ട് പ്രകാരം? നോട്ട് ഫസ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം 2016 കിട്ടുന്നത്. അത് പ്രകാരം ആർട്ടിക്കിൾ 246A പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്സ് ഹാവ് ദ പവർ ടു ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു GST കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് 279A പ്രകാരം. അതിൽ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഹോം ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും പറഞ്ഞിരിക്കുക. അതിൽ സ്റ്റേറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളിൽ മെമ്പർഷിപ്പ് ഉണ്ടാവും. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന് 1/3 വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, സ്റ്റേറ്റ്സിന് 2/3. ഓക്കെ, ഡിസിഷൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 3/4 മെജോറിറ്റി വേണം. അപ്പം സെന്ററിന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അബ്സല്യൂട്ട് അല്ലെങ്കിൽ ഒരു വീറ്റോ പവർ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. എഫക്റ്റീവ് വീറ്റോ കിട്ടുന്നുണ്ട്. ഓക്കെ, 3/4 വേണം ഒരു കാര്യം പാസ് ആവണമെങ്കിൽ. അതിൽ 1/3 സെന്ററിനാണുള്ളത് വോട്ടിംഗ്. സെന്റർ അംഗീകരിക്കാതെ ഒരു കാര്യം നടക്കൂല എന്നുള്ളതാണ്. സെന്റർ മാത്രം അംഗീകരിച്ചൊരു കാര്യമില്ല, പക്ഷെ എല്ലാ സ്റ്റേറ്റ്സും അംഗീകരിച്ചാൽ കൂടിയും സെന്റർ അംഗീകരിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, കാര്യം നടക്കുള്ളൂ. അപ്പൊ എഫക്റ്റീവ് വീറ്റോ അവർക്കുണ്ട്. എന്തൊക്കെ റിഫോംസാ ബജറ്റ് ഈ കൊണ്ടുവന്നത് GSTന്റെ ഭാഗമായിട്ട്? ഒന്നൊരു കോമൺ നാഷണൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യത്തും മൊത്തം ഒറ്റ കോമൺ ടാക്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, പല സ്റ്റേറ്റ്സും എന്ത് സിംഗിൾ ടാക്സിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാസ്കേഡിംഗ് എഫക്ട്, ഡബിൾ ടാക്സേഷൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഒരേ മുമ്പുണ്ടായിരുന്ന സിസ്റ്റത്തിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ ടാക്സ് ഇതാക്കി അടുത്ത സ്റ്റേറ്റിൽ അവിടെ ടാക്സ് ഇതാക്കുന്നു, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഒരു കോമൺ നാഷണൽ മാർക്കറ്റിലേക്കുള്ള ഒരു വേ ആണ് കാണുന്നത്. പിന്നെ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇന്ത്യൻ പ്രോഡക്ട്സ് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവും. ഓക്കെ, ഒറ്റ സിംഗിൾ ടാക്സ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും വേൾഡിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കോമ്പറ്റീറ്റീവ് ആവും. പിന്നെ ഈസിയർ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാം. അതിന്റെ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ റിഫോംസ് കൊണ്ടുവന്ന കാര്യങ്ങൾ ടാക്സിൽ. ഇതുള്ളതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഗവൺമെന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫൈഡ് കോമൺ മാർക്കറ്റ് ഉണ്ടാവണം. മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ടാക്സേഷൻ സ്ട്രീം ലൈൻ ചെയ്യും. ടാക്സ് കംപ്ലൈന്റ്സ് കുറയും, ഒക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ടാക്സ് ഇവേഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറെ ബെനിഫിറ്റ് ഗവൺമെന്റിനുണ്ട്. ഓവറോൾ എക്കണോമിക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു സെർട്ടനിറ്റി ഉണ്ടാവും. കറക്റ്റ് ഒരു കോമൺ പ്രൊസീജിയർ ആണ് ടാക്സ് പേയർക്കും ടാക്സ് റീഫണ്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ കറപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുഫാക്ചറിങ്ങിനൊക്കെ ടാക്സ് ഈസി ആയതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി പോവർട്ടി ഇറാഡിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിലാണെങ്കിൽ സിമ്പിൾ ടാക്സ് റെജീമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂടാൻ പറ്റും. മൾട്ടിപ്പിൾസിറ്റി ഓഫ് ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീറ്റീവ് ആക്കാൻ വേണ്ടി ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ പറ്റും. എഫിഷ്യന്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ദി ടാക്സ്, അത്തരം കാര്യങ്ങളൊക്കെ അതിനെ പറയാം. സിംപ്ലിഫൈഡ് ആണ്. കൺസ്യൂമേഴ്സിനുള്ള എന്തൊക്കെയാണ്? ട്രാൻസ്പെറന്റ് പ്രൈസ് ആണ് കിട്ടുന്നത്. കാരണം എത്ര ടാക്സ് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അതിന്റെ ബേസിൽ ട്രാൻസ്പെറന്റ് ആണ്. പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല സമയത്ത് പല പ്രൊഡക്ട്സും പ്രൈസ് കുറഞ്ഞിരുന്നു, ചിലത് കൂടിയിരുന്നെങ്കിലും പോവർട്ടി ഇറാഡിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റേറ്റ്സിനാണെങ്കിൽ അവരുടെ ടാക്സ് ബേസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ് ആണ്.
പിന്നെ മോർ എക്കണോമിക്കൽ എംപവർമെന്റിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എൻഹാൻസ് ചെയ്യും, കൂടുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇൻക്രീസ് കംപ്ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിന്ന് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സംഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ GST പല ടാക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് വരാത്തതുണ്ട്. ഉദാഹരണമായിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോളിയം, ടൊബാക്കോ ഡ്യൂട്ടി ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ എന്താണ് ഇതിൽ എക്സംപ്റ്റ് ആണ്. അത് ഇതിലേക്ക് വരണം എന്നൊക്കെ ന്യൂസിൽ റീസെന്റ് കറണ്ട് ആയിട്ട് വരുന്നുണ്ട് കൂടുതലായിട്ട്. പിന്നെ എക്സൈസ് ഡ്യൂട്ടി ഓൺ ലിക്വറും സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്നാണ് എക്സൈസ്, ഇതൊക്കെ ഇപ്പോഴും എക്സംപ്റ്റ് ആണ്. ഈ 3 കാര്യം ഇത് ചില മോക്ക് ടെസ്റ്റിൽ കാണാറുണ്ട് ഏതൊക്കെയാണ് ടാക്സിൽ ഇല്ലാത്തതെന്നുള്ളത്. ഓക്കെ, ലിക്വറിലെ എക്സൈസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇലക്ട്രിസിറ്റി ടാക്സ്, അതുപോലെ തന്നെ പെട്രോളിയം നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് അത് വാങ്ങുന്നതുകൊണ്ടൊക്കെ. അപ്പൊ അത് ഇതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, ഈ കാര്യങ്ങൾ അതില്ല എന്ന് അറിഞ്ഞിരിക്കാം. 1, 2, 3, 4, 5 ഈ 5 ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ ചലഞ്ചസ് എന്താണ്? മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സിന് പലപ്പോഴും എന്ത് റവന്യൂ ലോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ റേറ്റ് ഓഫ് ടാക്സ് പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദ ഫിസിക്കൽ ഓട്ടോണമി സ്റ്റേറ്റ്സിന് പലപ്പോഴും അത് റെഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ബാങ്ക് ഒക്കെ, ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ റേസ് ചെയ്തിട്ടുള്ള കൺസേൺസ്. പിന്നെ അഡീഷണൽ സെസ്, ഇതിന്റെ കൂടെ തന്നെ അഡീഷണൽ സെസ്സും ഇവർ ഈടാക്കാറുണ്ട്. അപ്പൊ നമ്മൾ ടാക്സ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അതൊക്കെ പറയാം. ഒരു കൺക്ലൂഷൻ കൊടുത്തതിന് ശേഷം നോക്കാം. മറ്റൊരു ദിവസം ഇന്ത്യ ശ്രീലങ്കയാണ് GST വരുന്നുണ്ട്. ഇതാണ് ഇന്ത്യ ശ്രീലങ്കന്റെ ഒരു ഏരിയ വരുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ റീസെന്റ് ഒരു ഇന്ത്യക്ക് ഒരു കൾച്ചറൽ സെന്റർ ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് ഇന്ത്യ ശ്രീലങ്കയിലെ കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ അറിയുന്നതാണ്, സിറ്റിസൺഷിപ്പ് ഡിനേ ചെയ്യുന്നുണ്ട് പലപ്പോഴും. ആൻഡ് ഈ 50s and 40s ശേഷമൊക്കെ തമിഴ്സിനൊക്കെ ശ്രീലങ്കയിൽ എന്ത് ചെയ്യുന്നില്ല, സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ് ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ അവിടെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, കാരണം സിൻഹളയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ട് തമിഴ്സിന് ആ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സംഗതി കാണാൻ പറ്റും. പിന്നെ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. അവിടെയുള്ള ബുദ്ധിസ്റ്റ് ആണ് കൂടുതൽ, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവിടെയുള്ള ഹിന്ദുയിസം ഡിസ്കറേജ് ചെയ്യുന്നതും അവർക്ക് ഡിസ്ക്രിമിനേഷൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റൻസിഫൈഡ് മൂവ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് 1970s നോൺ വയലന്റ് തുടങ്ങി. പിന്നെ LTT മൂവ്മെന്റിലേക്കൊക്കെ വന്നത് നമുക്ക് അറിയാൻ പറ്റും, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് മാറിയതൊക്കെ. പിന്നെ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് ദി തമിഴീഴം LTT ഫോം ചെയ്ത് 1976 ഒരു നാഷണൽ ഫ്രീഡം മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഗറില്ല വാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇന്ത്യ ഇടപെടുകയും ലാസ്റ്റ് നമുക്ക് എന്താണ്, ഒരു രാജീവ് ഗാന്ധി അസാസിനേഷനിലേക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അത് എത്താൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇന്ത്യന്റെ മുകളിലുള്ള കൺസേൺസ് എന്താ? ഒന്ന്, റീഹാബിലിറ്റേഷൻ ഓഫ് ദി റെഫ്യൂജീസ്. നമ്മൾ പല ശ്രീലങ്കൻ വാറിന്റെ സമയത്തൊക്കെ നമ്മളെ പല സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നന്നായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലുള്ളതും. അതുപോലെ തന്നെ അപ്പൊ തന്നെ സെന്റിമെന്റ്സ് ഇന്ത്യൻ തമിഴ്സിന്റെ ക്രിട്ടിക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. പിന്നെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആണോ തമിഴ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് നമുക്ക് ആ ഒരു എപ്പോഴും നമുക്കൊരു ഡിലേമ അവിടെ വരാറുണ്ട്. നമ്മൾ ഏത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തമിഴിന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ശ്രീലങ്കയിൽ മറ്റുള്ള രാജ്യങ്ങളെ ചൈന പോലത്തെ ഇൻഫ്ലുവൻസ് കൂടാൻ സാധ്യതയായിരിക്കും. അതേസമയത്ത് കംപ്ലീറ്റ് നമ്മൾ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തമിഴിനെ എന്താണ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റേണലി പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ കാരണമാവും. ഇത് പറയാം. പിന്നെ ഇന്ത്യ ശ്രീലങ്ക എന്തൊക്കെയാണ് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എന്തൊക്കെ എടുത്തത്? ഒന്ന്, കറൻസി സ്വാപ്പ് അഗ്രിമെന്റ് നടക്കുന്നുണ്ട്. ഏകദേശം 400 മില്യൺ കറൻസി സ്വാപ്പ് ഒക്കെ നടന്നിരുന്നു റീസെന്റ് അതിന്റെ ഭാഗമായിട്ട് പാൻഡമിക് സമയത്തൊക്കെ. പിന്നെ ഹൈ ലെവൽ എക്സ്ചേഞ്ച് ഉണ്ടാകാറുണ്ട്, മീറ്റിങ്ങുകൾ പൊളിറ്റിക്കൽ റിലേഷന്റെ ഭാഗമായിട്ട് മിനിസ്റ്റേഴ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ടെററിസ്റ്റിനെ അഗെയിൻസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പല ഇന്ത്യൻ ഹൗസിംഗ് പ്രോജക്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. 50,000 ഹൗസസ് ഒക്കെ അവിടെ ഇന്ത്യൻ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫിഷർമാൻ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്, പാക് സ്ട്രൈറ്റിലൊക്കെ, ഗൾഫ് ഓഫ് മന്നാറിലൊക്കെ ഉള്ള. പിന്നെ ജോയിന്റ് എക്സൈസ് നമ്മൾ നടത്താറുണ്ട്, മിത്രശക്തി, സ്ലൈനക്സ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പല ഗ്രൂപ്പിങ്ങിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ബിംസ്റ്റെക്കിലാവട്ടെ സാർക്കിലാവട്ടെ, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സാഗർ, ഇന്ത്യന്റെ പ്രോഗ്രാം സാഗറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യന്റെ കൺസേൺ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി കൺസേണിനെ ശ്രീലങ്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് നന്നായിട്ട് അവിടെ കൊടുക്കാറുണ്ട്. 400 മില്യൺ ക്രെഡിറ്റ് ഒക്കെ നമ്മൾ എന്ത് റീസെന്റ് കൊടുത്തിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്ത്യ ശ്രീലങ്ക റിലേഷനിലുള്ള ഇഷ്യൂസ്, നമ്മളുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ജോയിന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. IR ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റു ന്യൂസുമായിട്ട് നമുക്ക് ഉടൻ കാണാം.